രക്ഷയില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ കിളിക്കുഞ്ഞാണ് നമ്മുടെ ഷോറൂമിൽ വന്നത്. ഈ പറഞ്ഞ അഡിസ്മോക്കിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ണിച്ചോറില്ലാത്ത കാര്യമാണ്. കാരണം 1,40,000 രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പം പോലും ഈ വണ്ടീനകത്ത് 1,00,000 രൂപയുടെ വർക്ക് ഉണ്ടെന്ന്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്ച്വലി യൂത്തിന് വേണ്ടിയിട്ട്, യൂത്ത് നല്ല വണ്ടി പ്രാന്തന്മാർക്കുണ്ടല്ലോ, കുറച്ച് ബൈക്കുകളൊക്കെ വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ആണ് ഒന്നും കൂടി കൂടുതലായിട്ട് കണക്റ്റ് ആവുക കേട്ടോ. പ്രത്യേകിച്ച് യൂസ്ഡ് ബൈക്സ് വാങ്ങിക്കാൻ നോക്കുന്നവർക്ക്. അല്ലെങ്കിൽ ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും പല പ്രൊഡക്ട്സും പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടായിരിക്കും. ഇത് പ്രൊമോഷനല്ല, സ്വന്തമായിട്ട് എനിക്കൊന്ന് സ്വന്തമായിട്ടൊരു ബൈക്കിൻ്റെ, യൂസ്ഡ് ബൈക്സിൻ്റെയും കാർസിൻ്റെയൊക്കെ ബൈക്കാണ് തോന്നുന്നത്, ബൈക്കിൻ്റെ ഡീലർഷിപ്പുള്ളൊരു വ്യക്തിയാണ് അരുൺ സ്മോക്കി. ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ കേട്ടോ. മാത്രമല്ല എനിക്ക് ഒരു ചെറിയൊരു കണക്ഷൻ കൂടി ഉണ്ട് ഈ ഒരു വീഡിയോ. പല സമയത്ത് എന്താ അറിയോ, ഞാൻ എൻ്റെ മെയിൻ ചാനലായിട്ടുള്ള ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുന്നത് ഒരു മോട്ടോ വ്ളോഗിങ് ചാനലായിട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബൈക്കിൻ്റെ, എൻ്റെ ഒരു 22 വർഷത്തെ റോയൽ എൻഫീൽഡ് പഴയ വിൻറ്റേജ് ബുള്ളറ്റ് ജീവിതത്തിന് ശേഷം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് മോഡൽ വണ്ടി CB 350 RSൻ്റെ ഫസ്റ്റ് സർവീസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ, എൻ്റെ മറ്റേ ചാനൽ, മെയിൻ ചാനൽ. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അതുകൊണ്ടാണ് ഈ ഗോപ്രോ എന്ന പേരടക്കം. നമ്മൾ ഒരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പിലേക്ക് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ സമയത്ത് ഞാൻ ഒരുപാട് നോക്കി കണ്ടിരുന്ന ഒരുപാട് മോട്ടോ വ്ളോഗിങ് അല്ലെങ്കിൽ യൂസ്ഡ് അല്ല ബൈക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അരുൺ സ്മോക്കി. പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ഒരു റീല് കണ്ടിട്ടുണ്ടായിരിക്കും, അരുൺ സ്മോക്കിയുടെ ബൈക്സും ഒക്കെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്താ പറയുക, ബൈക്ക് സെല് ചെയ്യാനുള്ള ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒറ്റയടിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് കണ്ടീഷൻ, നീറ്റ് കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. കണ്ണടച്ച് പോയി എടുക്കാം. പ്രത്യേകിച്ച് ഇത്രയധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൂടെ ആയ സമയത്ത് അരുൺ സ്മോക്കി സെല് ചെയ്യുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ, അരുൺ സ്മോക്കിയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കിളിക്കുഞ്ഞ് പോലത്തെ വണ്ടി. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ. അപ്പോൾ അരുൺ സ്മോക്കിയുടെ കയ്യിൽ ഒരുപാട് കിളിക്കുഞ്ഞുകളുണ്ട്, R15 അങ്ങനത്തെ ഒരുപാട്. അദ്ദേഹം പറയും ഈ വീഡിയോ ചിലപ്പോൾ ഒന്നുകൂടി കണക്ട് ചെയ്യുക ബൈക്ക്, എന്താ മറ്റേ ഇയാൾ പറഞ്ഞു, പിന്നെ ഹാഷിറിനെ പറഞ്ഞു, മോട്ടോ എന്തൂസിസ്റ്റുകൾക്കായിരിക്കും കണക്ട് ചെയ്യുക, ബൈക്ക് എന്തൂസിസ്റ്റ് അല്ലേ, എന്തായാലും അവർക്കാണ് ഒന്നുകൂടി കണക്ട് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് സാധാരണ ചാനൽ കാണുന്നവർക്കും നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ, എന്താ പറയുക, മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ സഹോദരന്മാരാരെങ്കിലും ഇതുപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് ബൈക്ക് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഉപകാരത്തിൽപ്പെടാം. 2 വീഡിയോ ക്ലിപ്പാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് അരുൺ സ്മോക്കിയുടെയും, രണ്ടാമത് ട്രിപ്പി മെക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ട്രിപ്പി മെക്ക്, ഏകദേശം 655 സബ്സ്ക്രൈബേഴ്സ്, 26 വീഡിയോ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിക്കാണ് പുള്ളി. ഒരു വർക്ക്ഷോപ്പ്, ഒരു ഗറാഷ്, ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഫേസ് കാണിച്ചിട്ടില്ല, പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് അരുൺ സ്മോക്കിയുടെ കയ്യിൽ നിന്നും ഒരു കിളിക്കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുള്ള, കിളിക്കുഞ്ഞിന് ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ, അതായത് അരുൺ സ്മോക്കി അങ്ങനെയുള്ള വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു കിളിക്കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ള അനുഭവം. ആ വ്യക്തിയല്ല പറയുന്നത്, ബെനേലിയുടെ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് സർവീസിന് കൊണ്ടുപോയ സമയത്ത് അതിൽ മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റ് മറച്ചു വെച്ചിട്ടാണ് അരുൺ സ്മോക്കി വണ്ടി വിറ്റത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് പുള്ളി, ഒരു ഷോർട്സ് ആയിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2,67,000 വ്യൂസ് ഇതുവരെ ആ ഒരു ഷോർട്സിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് അതിനിടയിൽ ഒന്ന് കമൻ്റ് ഇട്ടത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ എടുക്കാൻ. കാരണം വെച്ചാൽ സിമിലർ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കണ്ടു. ബട്ട് ഓൺ ദ സെയിം ടൈം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട്, സബ്സ്ക്രൈബേഴ്സിനോട്, നിങ്ങൾ വീഡിയോ കാണുന്നവരോട് ചോദിക്കണമെന്നുണ്ട്. ഒരു യൂസ്ഡ് വെഹിക്കിൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ആ വിൽക്കുന്ന വ്യക്തിയെ കണ്ണടച്ചിട്ടാണോ പോയി വാങ്ങുന്നത്? അത് കംപ്ലീറ്റ് എല്ലാം അയാളെ വിശ്വസിച്ചിട്ട് ഇയാളെ നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, നല്ല വൃത്തിയിൽ നീറ്റാക്കിയിട്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നോക്കിയിട്ടാണോ നിങ്ങളൊക്കെ ബൈക്ക് വാങ്ങണമെന്നുള്ളത് നിങ്ങൾ ദയവായി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ എങ്ങനെയാണെന്ന് അറിയാം, ഒരു വണ്ടി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എന്നെ അറിയുന്നവരോട് ഞാനതാ പറയാം, നമ്മളൊരു സാധനം എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്രഷ് പ്രൊഡക്റ്റ് അല്ല, ഔട്ട് ഓഫ് വാറണ്ടി പ്രൊഡക്റ്റ് ആയിട്ട് ആണെന്നിരിക്കും, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ, ഓക്കെ, വണ്ടി, കാർ, ഇതൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്കത് നോക്കി വാങ്ങാൻ കഴിവില്ലെങ്കിൽ നമ്മളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ് ഞാൻ
വിശ്വസിക്കുന്നത്. പിന്നെ അത്രയും മറച്ചു വെച്ചിട്ട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് പറ്റിക്കുന്നത് വേറൊരു ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് ഈ ഒരു നിങ്ങൾ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള റീലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അരുൺ സ്മോക്കിയുടെ അടുത്ത് വണ്ടി വാങ്ങിച്ച വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ആ ഒരു റീൽ ഇവിടെ പ്ലേ ചെയ്തതിനു ശേഷം മുന്നോട്ട് പോകാം. ഒറ്റ കാര്യം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിന് തന്നെ പറയേണ്ടതായിരുന്നു. അരുൺ സ്മോക്കി ഫാൻസ് ദയവേദി ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഈ വ്യക്തിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസിൻ്റെ വകയുള്ള തെറിവീടുകൾ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം പറയാം, കാരണം എൻ്റെ ഒരു അഭിപ്രായം വേറൊരു ടൈപ്പാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഫസ്റ്റ് പുള്ളി ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണാം. ഗൈസ്, എനിക്ക് ഈ പറയുന്ന ആൻറ്റി സ്മോക്കിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ണിച്ചോറില്ലാത്ത കാര്യമാണ്. കാരണം 1,40,000 രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പം പോലും ഈ വണ്ടീനകത്ത് 1,00,000 രൂപയുടെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് 1,00,000 രൂപയുടെ വർക്ക് ഇനിയും പെൻഡിങ് ആണെന്നുള്ളത്. കസ്റ്റമർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നല്ല രീതിക്ക് മിസ്സിങ് കാര്യങ്ങളുണ്ട്, ക്ലച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ABS മൊഡ്യൂൾ 43,000 രൂപ റേറ്റ് വന്ന മൊഡ്യൂളാണ്. അത് വരെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ബാക്ക് ബ്രേക്ക് പാഡ് ഇല്ല, ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, അങ്ങനത്തെ ഉള്ള അല്ലറച്ചിലൂടെ നല്ല രീതിയിലുള്ള വർക്കുണ്ട്. ആരും ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും വണ്ടി വാങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ വീഡിയോ. 1,49,000 രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് 1,00,000 രൂപയുടെ പണിയുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, വളരെ വിശ്വാസയോഗ്യമെന്ന് തോന്നിക്കുന്ന രീതിയിൽ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കിളിക്കുഞ്ഞ് പോലത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരായാലും നമ്മൾ പുള്ളിയുടെ നിന്ന് വാങ്ങി എന്നുവെച്ചാൽ ഞാൻ വരെ മനസ്സിൽ വിചാരിച്ചിരുന്നു. കാരണം വെച്ചാൽ ഒരു സൂപ്പർ ബൈക്കൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് യൂസ്ഡ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പുള്ളി ഒന്നും കൂടി പിന്നെ ജെന്യൂൻ ആയിരിക്കും, നമുക്ക് വിശ്വാസയോഗ്യമായിരിക്കും എന്ന് കണ്ടിട്ടാണ്. പക്ഷേ ഇതൊരാളുടെ അനുഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വന്നിട്ടുള്ളത്. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഒരുപാട് വേറെയും കുറേ കമൻസ് കണ്ടു. ഇനി അടുത്തൊരു വീഡിയോ കൂടി കാണാം. അരുൺ സ്മോക്കിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ കിളിക്കുഞ്ഞാണ് നമ്മുടെ ഷോറൂമിൽ വന്നത്. ഈ രണ്ടാമത്തെ കിളിക്കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കസ്റ്റമർ ഇപ്പോൾ തൽക്കാലം വർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. കാരണം പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ല. 1,40,000 കൊടുത്ത് ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ പുള്ളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ഈ 1,00,000 എസ്റ്റിമേഷൻ പ്രൈസ് കൂടി കേട്ടപ്പോഴത്തേക്കും ചങ്ക് തകർന്നിട്ടാണ് പയ്യൻ പോയത്. എന്ത് ചെയ്യാനാണ് ഇങ്ങനെയുള്ളവന്മാർ തലയിൽ ഇട്ട് കൊടുത്തത്, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. നേരും നെറിയും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ആരും. ഇതേപോലെ തന്നെ ഒരു SR 125 ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ കേസിനകത്താണെങ്കിൽ പുള്ളി റീഫണ്ട് ഓപ്ഷൻ ഇല്ല എന്നാണ് കസ്റ്റമറോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ പിന്നെ ലീഗലി മൂവ് ചെയ്യണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മച്ചാൻ പിന്നെ മനസ്സിലായ തലയിലാവുന്നു. അപ്പോൾ പിന്നെ റിട്ടേൺ വണ്ടി എടുത്തിട്ട് ഫണ്ട് തിരിച്ചു തരാമെന്നുള്ള സ്കീമിലേക്കായിരുന്നു. അങ്ങനെ ആ പ്രശ്നം ഒതുങ്ങി. പുതിയ ഒരു വണ്ടിയും കൂടി സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു ഒരു 4 മാസം മുമ്പ്, ഒരു TNT 25. അതിനി എന്നാണാവോ വന്നത് അറിയാൻ പാടില്ല. ഈ അടുത്ത് തന്നെ എന്തായാലും വരും. വണ്ടി വിൽക്കുന്നതിൻ്റെ ഒന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒരു ആളോട് പറഞ്ഞിട്ട് വിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഊമ്പിത്തരം കാണിക്കണം. ഇതിൽ ഫസ്റ്റ് ഞാൻ എപ്പോഴും ശരിയാണ്, വിൽക്കുന്നവർ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിൽക്കുന്നവർ ഇതുപോലെ പറ്റിക്കാതിരിക്കുക. പക്ഷെ വാങ്ങിക്കാൻ പോകുന്ന വ്യക്തികൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരാളും ഒന്നും വെറുതെ തരില്ല. ഇപ്പോൾ ഈ അരുൺ സ്മോക്കിയുടെ കേസിൽ ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ മറുഭാഗമായിട്ടുള്ള അരുൺ സ്മോക്കിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ റെസ്പോൺസും കാര്യങ്ങളൊന്നും കണ്ടില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളത് അറിയില്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും വാങ്ങിക്കാൻ ചെല്ലുന്ന വ്യക്തി പ്രോപ്പറായിട്ടുള്ള മെക്കാനിക്കിനെ കൊണ്ടുപോയി പ്രോപ്പർ തറോ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാം. പിന്നെ ഞാൻ പല റീൽസിലായിട്ട് അരുൺ സ്മോക്കിയുടെ വീഡിയോസ് കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കിംഗ് വാറണ്ടി, അതുപോലെ എന്തൊക്കെ കുറച്ച് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തിനുള്ള റിട്ടേൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എടുത്തു എന്നുള്ളതാണ് ഒരു മിനിറ്റ്. അതാണ് കിളിക്കുഞ്ഞ്. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ആരായാലും സ്വാഭാവികമായിട്ട് വാങ്ങിപ്പോകും. ഇനി നമ്മുടെ ഒരു മിനിറ്റ് മറ്റാളുടെ വീഡിയോയിലേക്ക് പോവാം. കിളിക്കുഞ്ഞിൻ്റെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞുതരാം. വണ്ടിക്ക് വലിവെന്ന് പറഞ്ഞ സാധനം ഇല്ല, ക്ലച്ചസ് കംപ്ലൈൻ്റ് ഉണ്ട്. ഹാഫ് ക്ലച്ചിലായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ മിസ്സിങ് കംപ്ലൈൻ്റ് ഉണ്ട്, TPS സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഐഡിയലിങ്കിൽ ഇട്ടാലും RPM റെഡ്യൂസായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ കണ്ടത് കോൺസെൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് നല്ല രീതിക്ക് സ്ക്രാച്ച് ഉണ്ട്. ഫ്രണ്ട് ഡിസ്ക് പാഡാണെങ്കിൽ കുറച്ചുണ്ട്, പക്ഷേ
ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ബാക്കിലാണെങ്കിൽ പാടെന്ന് പറയാനായിട്ട് ഒരു തേങ്ങയില്ല അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ABS മൊഡ്യൂൾ ചെക്ക് ചെയ്ത്, മൊഡ്യൂൾ റെസ്പോണ്ട് ചെയ്യണേ ഇല്ല. ABS മൊഡ്യൂൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബോർഡൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോഴത്തേക്കാണ് ഈ ABS മൊഡ്യൂൾ റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വന്നത്. അതേപോലെ തന്നെ റയർ MC കിറ്റും കംപ്ലയിൻ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എസ്റ്റിമേഷനാണ് പറഞ്ഞത്. ഹലോ ഗൈസ്, അരിസ്മോക്കി കിളിക്കുഞ്ഞ് കമൻറ്റ് ബോക്സിൽ കിടന്ന് ആറാടുകയാണ്. വീഡിയോ ഇടാൻ ലേറ്റ് ആകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ പേടിച്ചോടിയെന്ന്. ആരും വിചാരിക്കണ്ട കേട്ടോ. പിന്നെ അരിസ്മോക്ക് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രോ അതിൻ്റെ തെളിവ് കാണിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് അറിയില്ലെന്ന് പറയുന്നത് അരിസ്മോക്ക്. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ഞാൻ പുള്ളിയുടെ വണ്ടി ഒന്നും സർവീസ് ചെയ്തിട്ടില്ല. പുള്ളി സെയിൽ ചെയ്ത വണ്ടിയല്ലേ, അത് പുള്ളിയുടെ വണ്ടി ആവില്ലല്ലോ. പിന്നെ ഞാൻ ഈ ക്യാമറയും ഫോണും നോക്കി കണ്ട ഷോറൂമിലൊക്കെ കയറി റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാക്കിയ ജോലിയല്ലേ ഇത്. 3 കൊല്ലം അന്തസ്സായിട്ട് തന്നെ ഇരുന്ന് ഉറക്കൊളിച്ചിരുന്ന് പഠിച്ച് ഉണ്ടാക്കിയ ജോലിയാണിത്. എന്നിട്ട് ഞാൻ 2-3 കൊല്ലം വേറെ ഷോറൂമിൽ ട്രെയിനിങ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ബെൻലിയുടെ ഷോറൂമിൽ വന്നത്. പിന്നെ ഓക്കെ, എന്തായാലും ഹലോ ഗൈസ്, ഇത് ഒരു മിനിറ്റ്. എന്തായാലും നമ്മളെ ഫസ്റ്റ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, എനിക്ക് ഈ പറഞ്ഞ അഡിസ്മോക്കിന് പേഴ്സണലായിട്ടോ ഓക്കെ, എനിക്കും ഉണ്ട് ഒരു അനുഭവം. എനിക്ക് സംഭവിച്ചത് MT-15 എടുക്കാൻ പോയതാണ്. പുതിയത് മേടിക്കാൻ ക്യാഷ് തികയില്ല. അപ്പോൾ സെക്കൻഡ് മേടിക്കാം എന്ന് കരുതി. എനിക്ക് വണ്ടിയെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ആകെ വിശ്വസിച്ചത് അരുൺ സ്മോക്കി അല്ലേ, ഇൻഫ്ലുവൻസർ അല്ലേ, അയാൾ പറ്റിക്കില്ല എന്നൊക്കെ ആയിരുന്നു. അയ്യോ, 2020 മോഡൽ. അവൻ പറഞ്ഞ റേറ്റ് 1.5 ലക്ഷമായിരുന്നു. ആൾ എത്ര പറഞ്ഞിട്ടും റേറ്റ് കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരുതി വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കും എന്നൊക്കെ. അവിടെ സർവീസ് സെൻറ്ററിൽ കാണിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൽ എൻജിൻ ഓയിൽ മാറ്റിയിട്ട് തന്നെ കുറേ കാലമായി എന്ന്. അപ്പോൾ തന്നെ പകുതി തീരുമാനമായി. പിന്നെ പറയുന്നത് ഈ വണ്ടി നല്ല മേജർ ആക്സിഡൻറ്റിന് ശേഷം ചേസ് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ ഒന്നും പറയണ്ടല്ലോ. എത്ര ക്യാഷ് കുറവാണെങ്കിലും ഇയാളെ വിശ്വസിച്ച് പോകരുത്, ഉടായിപ്പാണ്. എൻ്റെ അനുഭവം എനിക്കൊരു പാഠമായി ഇവൻ കാരണം. അല്ലെങ്കിൽ വണ്ടിയെ പറ്റി അറിയുന്ന ആരെങ്കിലും ഒപ്പം വേണം. ഡെഫിനറ്റ്ലി വണ്ടീനെ പറ്റി അറിയുന്ന എല്ലാവരും ഒപ്പം വേണം. എവിടെ നിന്ന് എടുത്താലും നോക്കിയെടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടുന്നത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. സ്മോക്കിയുടെ കയ്യിലുള്ള വണ്ടി ഫുൾ റഫ് ഡ്രൈവിങ് കഴിഞ്ഞ വണ്ടികളാണ്. തൃശ്ശൂർ പിള്ളേരെ എനിക്കറിയാം. മാക്സിമം ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ സെയിൽ ചെയ്യുന്നത്. അത് സ്മോക്കി ചുളിവിനെടുത്ത് വാഷ് ചെയ്ത് പുറമേ ഇട്ടതാണ്. കിളിക്കുഞ്ഞ് എന്നും പറഞ്ഞ് ആണ് വിൽക്കുന്നത്. ഇതുപോലെ വൈറൽ ആയവന്മാരുടെ നിന്ന് വണ്ടി എടുക്കാതിരിക്കുക. ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വിവരമുള്ള മെക്കാനിക്സിനെ കാണിച്ച് കൊണ്ട് ഓടിപ്പിച്ചെടുക്കുക. ഇനി അവന്മാരെയും വിശ്വാസമില്ലെങ്കിൽ വണ്ടി ഫ്രഷ് എടുക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. കഴിയുന്നതും വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുക. അതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം ഈ വണ്ടി കച്ചവട മാർക്കറ്റ് ഏത് യൂസ്ഡ് സെക്കൻഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ആരും നമ്മളെ നന്നാക്കാനൊന്നും ഇരിക്കുന്നില്ല, മനസ്സിലാക്കുക. 100% എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് വാങ്ങുന്ന സമയത്ത് കണ്ണിന് തിമിരമൊന്നും ഇല്ലല്ലോ. കാരണം ശരിയാണ്. 1,50,000 ഈ ചങ്ങാതിമാരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് 1.5 ലക്ഷം റുപ്യയുടെ വണ്ടിക്ക് 1 ലക്ഷം റുപ്യോളം പണിയുള്ള വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. പിന്നെ ആരായാലും നോക്കിയെടുക്കുക. പിന്നെ വണ്ടി കച്ചവടം, പശു കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ തട്ടിപ്പിൽ ഡിഗ്രി എടുക്കണം, എന്നാലേ ലാഭം ഉണ്ടാക്കാൻ കഴിയും. 2022 ഞാനൊരു RS 200 നോക്കാൻ പോയിരുന്നു. ഞാൻ ഏകദേശം ഒരു 130-140 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്നും. അരുൺ സ്മോക്കിയുടെ വീട് വരെ അന്ന് ഷോപ്പില്ലായിരുന്നു, വീട്ടിൽ വെച്ചായിരുന്നു സെയിലൊക്കെ. വണ്ടി കണ്ടീഷൻ ആണെന്നും പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആണെന്ന് എന്നോട് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് NOC 1 മാസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്ന്. വണ്ടി ചെന്ന് നോക്കിയപ്പോൾ മൊത്തം കിറ്റും കാര്യങ്ങളെല്ലാം ഡാമേജ് ആണ്. എനിക്ക് വണ്ടിയെക്കുറിച്ച് ഏകദേശം ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല. നേരെ തിരിച്ച് പിന്നെ വരായിരുന്നു. ആര് വണ്ടി എടുത്താലും നോക്കി കണ്ട് ഇതുപോലെ ചതിയിൽ വീഴാതിരിക്കുക. അല്ലേ, ബെനലി എടുത്ത കസ്റ്റമർക്ക് ആദ്യം പേടിയാണ്, സീരിയസ്ലി. എന്തായാലും ഒരുപാട് കമൻസ് ഉണ്ട് ഇതിൽ. ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ട്രിപ്പി മെക്ക്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ട്രിപ്പി മെക്ക് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ. ഇതിൽ ഇയാൾ പറയുന്നുണ്ട് അരുൺ സ്മോക്കി മറുപടി കൊടുത്തു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ എവിടെ അരുൺ സ്മോക്കിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ആയിട്ട് കണ്ടില്ല. അറിയില്ല അതെന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ റീൽസൊക്കെ കാണുന്ന സിറ്റുവേഷനിൽ നോക്കുമ്പോൾ നല്ല കണ്ടീഷനുള്ള വണ്ടികൾ പോലെ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ കച്ചവടക്കാരും തന്നെ ചെയ്യാം. കാരണം നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒരാളും ഇരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ അവരൊന്നും ഇവൻ പറ്റിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാണുന്ന സമയത്ത് പറ്റിക്കാൻ ചാൻസസ് ഇല്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അത്ര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? കാരണം നാളെ അവർക്ക് തന്നെ അതൊരു തിരിച്ച് പണിയായിട്ട് വരില്ലേ? ഒരു 10-20 പേരൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ക്രെഡിബിലിറ്റി എന്നൊരു സംഗതി ഇല്ലേ?
അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അരുൺ സ്മോക്കിയെ തള്ളി പറയുന്നില്ല, എന്താണ് ഇതിന് സിറ്റുവേഷൻ എന്നുള്ള അറിയില്ല. പിന്നെ ആ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടറിയാം, അത്യാവശ്യം നല്ല ഓടി കഴിഞ്ഞതിന് ശേഷമാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നല്ല ശ്രദ്ധിക്കാത്തൊരുത്തിൻ്റെ കയ്യിലാണ് ആ വണ്ടി എന്ന് തോന്നുന്നുണ്ട്. ചളി കൊണ്ട് മനസ്സിലാവാഞ്ഞത് വർക്ക്ഷോപ്പിൽ നിന്ന് ആ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ടിൽ മനസ്സിലാവാഞ്ഞെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ഞാനൊക്കെ വണ്ടി അത്രയും ശ്രദ്ധിക്കുന്ന ആളാണ്, ഞാൻ ബൈക്കുകൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് നമ്മളെ വണ്ടീനെ അറിയണം. നമ്മൾ ഏത് വണ്ടി, ഞാൻ ഒരുപാട് ബൈക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ ബൈക്സ് ഇൻ ദ സെൻസ് ഡിഫറെൻറ്റ് വണ്ടികളല്ല. ബുള്ളറ്റ് അത് 1969 ആണ് ഏറ്റവും പഴയത്. 71, 72, 80 ഒക്കെ എൻ്റെ കയ്യിലൊക്കെ ലാസ്റ്റൊക്കെ ഉണ്ടായിരുന്ന വണ്ടി. പഴയ വണ്ടികളാണ്. നമുക്ക് ബുള്ളറ്റിൻ്റെ ഓരോ സംഗതികൾ, നമ്മുടെ വണ്ടിയുടെ ഹാർട്ട് ബീറ്റ്, അതിൻ്റെ എല്ലാ ലിവർ, കിഡ്നി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റണം. നമുക്കത് അറിയണം എപ്പോഴും, കാരണം നമ്മളെ കൊണ്ടുപോകുന്ന വാഹനമല്ലേ. അപ്പോൾ നമുക്കത് അറിയാതെ എന്നുവെച്ചാൽ യൂസ്ഡ് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് പിന്നെ ഇതിൽ എന്തെങ്കിലും ഇതിങ്ങനെ തട്ടിപ്പുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻ അറിയില്ല, ഇതുപോലെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ബ്രദർ. ഐ ഡോണ്ട് നോ വെദർ ഈ ചങ്ങാതി കാണുമെന്നുള്ള അറിയില്ല. വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ ട്രിപ്പ് ചെയ്യുന്നൊക്കെ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടൊരു ഷോർട്സ് മാത്രമാണ്. ഇതിൻ്റെ അടുത്ത എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. അടുത്ത എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇവിടുന്നോ പുള്ളിയിടത്തുനിന്നോ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. സെക്കൻഡ് വണ്ടികൾ, യൂസ്ഡ് ബൈക്സ് അല്ലെങ്കിൽ യൂസ്ഡ് വെഹിക്കിൾ, എന്തും യൂസ്ഡ് സാധനം ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ഒരാളും അവനവന് ആവശ്യം ഉണ്ടായ ഒരു സാധനം കൊടുക്കില്ല. ഒരാവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഒരു വ്യക്തി ഒരു സാധനം ഒഴിവാക്കൂ എന്നുള്ള ബേസിക് ആയിട്ടുള്ളൊരു സാധനം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഉപയോഗിച്ചതിന് ശേഷമുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങുക. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവേത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോയിൽ കാണാം.